അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറെ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശുദ്ധമായ റമളാൻ മുഅ്മിനിന് വലിയ സന്തോഷവും വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ്. എന്നാൽ റമളാനിൽ നമ്മൾ ആദ്യത്തെ 10 വളരെ മനോഹരമായി അതിൻ്റെ ആത്മീയമായ എല്ലാ ഔന്നത്യത്തിലേക്കും എത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, വളരെ അധികം തന്നെ ഇബാദത്തിലേക്ക് സമയം കണ്ടെത്തുകയും പ്രസിദ്ധമായ ഖുർആനിൻ്റെ പാരായണം ഫസ്റ്റ് 10 ചിലപ്പോൾ ഒരു ഹത്തമൊക്കെ തീർക്കാം. എന്നാൽ രണ്ടാമത്തെ 10 ചെല്ലുമ്പോൾ ഖുർആൻ ഓതാൻ പ്രയാസമായി തോന്നും. ജമാഅത്ത് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തറാവീഹുകൾ ആദ്യത്തെ 10 കറക്റ്റായിട്ട് ജമാഅത്തായി തന്നെ നിർവഹിച്ചവർ രണ്ടാമത്തെ 10 തറാവീഹുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, വിത്റുകൾ ഒഴിവായി പോകുന്നു. അങ്ങനെ നമ്മളുടെ ഇബാദത്തുകളിൽ വളരെ പ്രയാസം തോന്നുകയും അതുപോലെ എങ്ങനെയെങ്കിലും റമളാൻ കഴിഞ്ഞാൽ മതി എന്ന് കരുതുന്ന പല സാഹചര്യങ്ങളും പലവരിലും ഉണ്ടാകുന്നു. ഇതിനെല്ലാം കാരണമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, പരിശുദ്ധമായ റമളാൻ സമാഗതമാകുന്നതിന് മുമ്പ് നാം അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. റജബ് മാസവും ഷഅബാൻ മാസവും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകാനുള്ള മാസമാണ്. ഈ പരിശുദ്ധമായ റജബിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അവസാനത്തെ 10 നമുക്ക് പൂർണ്ണമായി അതിൻ്റെ എല്ലാവിധ റാഹത്തോടു കൂടി മുന്നേറാൻ സാധിക്കുകയില്ല. അഥവാ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ ഒന്നിന് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, അമലുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റുമായി യോജിക്കാൻ സാധിക്കുന്ന, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന, അങ്ങനെ ഒരുപാട് മഹത്വമുള്ള അവസാനത്തെ 10 നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം റജബ് നാം ആദരിക്കേണ്ട പോലെ ആദരിക്കാതെ, അതിൽ പരമാവധി റബ്ബിലേക്ക് ദുആ ചെയ്യാതെ നമ്മളങ്ങനെ ഒഴുക്കൻ ജീവിതത്തിൽ തന്നെ പോയി ഷഅബാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ 10 നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ആദ്യത്തെ 10 മാത്രം കിട്ടാതെ 2ഉം 3ഉം കറക്റ്റായി കിട്ടുന്ന, ആദ്യവും അവസാനവും ഒക്കെ കിട്ടണമെങ്കിൽ റജബ് മുതൽ നാം അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ, റജബ് മുതൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിവസം നമ്മളിത് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ ദിവസമാണ് വെള്ളിയാഴ്ചയാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങൾ നല്ല രീതിയിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ തന്നെ റമളാനിലെത്താൻ, പ്രത്യേകിച്ച് ഈ 10കളിലൊക്കെ ഈ മാസങ്ങളിലൊക്കെ നന്നായിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യും, റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമെന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പവിത്രമായ ദുആ നമ്മൾ എല്ലാ വഖത്തിനും അതിനപ്പുറവും നമ്മൾ ആ ദുആനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി, നമ്മുടെ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആഇൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് റമളാനിൻ്റെ 30 ദിവസങ്ങളും പൂർണ്ണമായും നല്ല രീതിയിൽ നമുക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന റമളാനിലേക്ക് നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എത്തിക്കുകയും അതിനപ്പുറം നല്ല രീതിയിൽ തന്നെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഇബാദത്ത് കൊണ്ട് ധന്യമായി റബ്ബിലേക്ക് അടുത്തടുത്തടുത്ത് ലൈലത്തുൽ ഖദ്ർ ലഭിച്ച് മഹത്തായ റമളാനിൻ്റെ എല്ലാ പവിത്രതയും നേടിയെടുത്ത് മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സത്യവിശ്വാസികളെ അള്ളാഹു നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രത്യേക ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.